ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കടകംപള്ളിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല അതിൽ പ്രധാനമായും എ പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടി നിന്നിരുന്നത്. അപ്പോൾ കടകംപള്ളിയിൽ നിന്ന് ആ മൊഴി എടുക്കും എന്നുള്ള വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ചില ആരോപണങ്ങൾ ഉയർന്നതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി SIT കാത്തുനിന്നു എന്നുള്ളൊരു ആക്ഷേപം സാധൂകരിക്കുന്നതാണ്. ഏതായാലും പത്മകുമാറിന്റെ മൊഴിയിലായിരുന്നു കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഈ തന്നേക്കാൾ മുൻപേ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിക്ക് പരിചയമുണ്ടായിരുന്നു. മാത്രമല്ല അവർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട് എന്നുമായിരുന്നു പത്മകുമാർ മൊഴി നൽകിയിരുന്നത്. അതിനൊപ്പം തന്നെ ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. അതായത് കടകംപള്ളിയുടെ റെക്കമെൻഡേഷൻ കൂടി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ മുൻകാല ബന്ധമുണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറൊക്കെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു മൊഴി നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരു പക്ഷേ ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും, അതിലെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാകും കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രന്റെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്ത് ലിങ്കാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഇനി SIT ആണ് വ്യക്തമാക്കേണ്ടത്. അത് സംബന്ധിച്ച് കോടതിയിൽ കൃത്യമായ വിവരം നൽകുകയും ചെയ്യും. ഏതായാലും മൊഴിയെടുത്തതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് SIT പോയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഈ മോഷണത്തിൽ മുൻ മന്ത്രിക്ക് പങ്കുണ്ടോ എന്ന തരത്തിൽ അത്തരം വിവരങ്ങൾ ഉള്ളതായിട്ടോ ഒന്നും വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ നേരത്തെ തന്നെ കടകംപള്ളിക്കെതിരായ ചില മൊഴികൾ പത്മകുമാറിന്റെ അടക്കം ഉണ്ടായിരുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാരിഫിക്കേഷന്റെ ഭാഗമായി കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.